ശ്രീ സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ കിടന്നതെന്ന പച്ചക്കള്ളം തീവ്ര വലതുപക്ഷ പ്രൊപ്പഗാൻഡ പൊളിച്ച് കേരളത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ ജി എസ് പ്രദീപ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ, ഒരുപക്ഷെ ലോകത്തിൽ പോലും ഏറ്റവും അറിവുള്ള ഫാക്ച്വൽ ഇൻഫോർമേഷൻ ഉള്ള വ്യക്തികളിൽ ഒരാൾ. അദ്ദേഹം നൽകുന്ന ക്ലാരിറ്റി വളരെ വലുതാണ്. ശ്രീ ജി എസ് പ്രദീപ് ആ പച്ചക്കള്ളം പൊളിച്ചെടുക്കും. ഓരോ രാജ്യസ്നേഹിയും കാണേണ്ടതാണ്. വീര സവർക്കർ ജയിലിൽ കടന്നു, അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാനും പച്ച കള്ളങ്ങൾ പറയാനും ആൾക്കാർ മുതിരരുത്. വി സവർക്കറേക്കാൾ അറ്റ്ലീസ്റ്റ് 5 പേരെങ്കിലും കൂടുതൽ ജയിലിൽ അതേക്കാൾ കൂടുതൽ കാലം കിടന്നിട്ടുണ്ട്. പക്ഷെ ആ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് ബോധപൂർവം ചില ആൾക്കാർ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുകയാണ്, അതും സ്കൂൾ ടീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഉദാന്ത എന്ന് പറയുന്ന വ്യക്തി 47 വർഷം ജയിലിൽ കിടക്കുന്നു. സുരേന്ദ്ര സായി 37 വർഷം ജയിലിൽ കിടക്കുന്നു. ബാബ ഖാരക് സിംഗ് 20 വർഷം ജയിലിൽ കിടക്കുന്നു. റാണി ഗൈഡൻ ലിയു 14 മുതൽ 15 വർഷം വരെ ജയിലിൽ കിടക്കുന്നു. ഇങ്ങനെ ധാരാളം ആൾക്കാർ, മന്മത് നാഥ് ഗുപ്ത പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 20 വർഷത്തിലധികം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ച് ഒരു അധ്യാപകൻ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ, മിസ്ഇൻഫർമേഷൻ നമ്മുടെ കുട്ടികളിൽ കുത്തി നിറയ്ക്കാനായിട്ടാണ് അത് ചെയ്തത്. അത് പൊളിച്ചടുക്കി നമ്മുടെ ജി എസ് പ്രദീപ് ജി വന്നത് അഭിമാനമാണ്. ജി എസ് പ്രദീപ് ജിക്ക് മാത്രം കഴിയുന്ന രീതിയിലുള്ള രസകരമായ ശൈലിയുമാണ്. ശിക്ഷ 14 വർഷം മാത്രം ജയിലിൽ പൂർത്തിയാക്കേണ്ടി വന്ന വിനായക് ദാമോദർ സവർക്കർ അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഈ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് സത്യത്തിൽ കോഴിക്കോട് ഇന്ന് ഈ പരിപാടി ഞാൻ ഏറ്റെടുത്ത് വന്നത്. മാധ്യമത്തിനോടുള്ള അടുപ്പമുണ്ട്, എങ്കിലും ഈ ഒരൊറ്റ ചോദ്യം ഒന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചോദിക്കാം? ഇതുപോലത്തുള്ള ആൾക്കാർ നമ്മുടെ നാടിന് ആവശ്യമാണ്. ശശി തരൂരിനെ പോലെ, ശ്രീ ജി എസ് പ്രദീപിനെ പോലെ, അതായത് ലോകം കണ്ട ഒരുപാട് അറിവുള്ള പ്രൊപ്പഗാൻഡകളെ പൊളിച്ചെടുക്കാൻ കഴിയുന്നവർ. നിങ്ങൾ ഈ ആളിനെ കണ്ടെത്താൻ ഞാൻ ഈ ആളുടെ ചിത്രം തരാം. ചിത്രം മാത്രം. ശ്രദ്ധിക്കണം, 1800 അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ചക്രവർത്തി മഹാരാജ എന്ന വിളിപ്പേരുള്ള ഒരു മനുഷ്യൻ, രാജ്യമൊന്നുമില്ല, അയാളുടെ ദക്ഷിണയാണ് അയാൾ മഹാരാജ എന്ന് വിളിപ്പിച്ച ആളുകളെ. ഇയാളുടെ പേര് ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്നാണ്. ത്രൈലോക്യനാഥ് ചക്രവർത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ മോളെ? ഇല്ല. എന്താണ് എന്റെ പേര്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വൈജ്ഞാനിക പ്രക്രിയയാണ് ക്വിസ് മത്സരം. ഞാൻ ഈ മത്സരം തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഒരു സമൂഹത്തിനുണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ആ സമൂഹത്തെ കുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ അവസാനത്തെ യാത്രക്കാരല്ല, നമുക്ക് ശേഷം വരുന്ന തലമുറയുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് ശേഷമുള്ള അടുത്ത തലമുറ, അവരെയൊക്കെ മിസ്ഇൻഫോംഡ് ആക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇയാളുടെ പേര് ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്നാണ്. ആരാണെന്നറിയോ? 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തുടങ്ങിയതിനു ശേഷം, 1857 ശേഷം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇതാണ് മാധ്യമം ക്വിസ്, ഫ്രീഡം ക്വിസിന്റെ അവസാന ചോദ്യം. ഇത് വാർത്തയാകേണ്ടതാണ്. ഈ ചോദ്യം 100% ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം വാർത്ത കൊടുക്കേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 30 വർഷത്തിൽ പരം ജയിൽ ശിക്ഷ അനുഭവിച്ച ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്ന ഈ മനുഷ്യൻ. 3 തവണ അധികൃതർ അദ്ദേഹത്തോട് ക്ലെമൻസി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ക്ലെമൻസി, മാപ്പപേക്ഷ കൊടുത്ത് വിടുതൽ വാങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി I upheld my patriotism for my nation എന്ന, എന്റെ രാജ്യത്തിനോടുള്ള എന്റെ ദേശാഭിമാനമാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. ക്ലെമൻസി എനിക്ക് തരാൻ സൗകര്യമില്ല, മാപ്പപേക്ഷ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ശേഷം ആദ്യം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റ് ആർമി എന്ന HSRA, പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുത്ത് 30-ൽ പരം വർഷങ്ങൾ നിലവിൽ കിടന്ന ത്രൈലോക്യനാഥ് ചക്രവർത്തിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ചയാൾ. 27 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും 14 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 13
തുടർച്ചയായി തവണയുള്ള ക്ലെമൻസി റിക്വസ്റ്റുകളിലൂടെ 3 മാപ്പപേക്ഷകളിലൂടെ തടവ് ശിക്ഷ 14 വർഷം മാത്രം ജയിലിൽ പൂർത്തിയാക്കേണ്ടി വന്ന വിനായക് ദാമോദർ സവർക്കർ അല്ല, ത്രൈലോക്യനാഥ് ചക്രവർത്തിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രേഖപ്പെടുത്തലാണ് ഫ്രീഡം ക്വിസിന്റെ പരിസമാപ്തിയിൽ മാധ്യമം ഈ ദിവസം ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന നേരറിവിന്റെ അതിന്റെ പിന്നിലെ ചരിത്രം അദ്ദേഹം പറയുന്നു. ഇനി 1857 മുമ്പിലെ സ്വാതന്ത്ര്യ സമരത്തെ പൊതുധാരയിലേക്ക് പുറത്തുള്ള കാലത്തെ കൂടി പരിഗണിച്ചാൽ അതാകട്ടെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഒരു ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായി ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഉദാന്ത സനു എന്നാണ്. ഉദാന്ത എന്ന മനുഷ്യനാണ്. അദ്ദേഹമാണ് 47 വർഷം വിവിധ ജയിലുകളിൽ കിടന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ജയിൽ ശിക്ഷ ഏറ്റവും അനുഭവിച്ച ലോകത്തിൽ തന്നെ ഏറ്റവും അനുഭവിച്ച അയാളാണ് ഉദാന്ത. പക്ഷെ അതൊരു സ്വാഭാവികമായി 1857 മുമ്പുള്ള കാലമാണ് എന്നതിനാൽ മുഖ്യധാര നാഷണൽ മൂവ്മെന്റ് ആയിട്ട് എഴുതാൻ കഴിയില്ല. ഫ്രീഡം മൂവ്മെന്റിൽ അതും കരുതേണ്ടതാണ്. ഇങ്ങനെയാണ് സത്യമെന്നിരിക്കലാണ് ചില ആൾക്കാർ മനഃപൂർവ്വം പ്രൊപ്പഗാൻഡയും കള്ളങ്ങളും അടിച്ചിറക്കുന്നത്. ഇനിയും ഇതോടൊപ്പം തന്നെ സുരേന്ദ്ര സായി 37 വർഷം, അതും ഈ പറയുന്നത് പോലെ പശ്ചാത്തലത്തിന്റെ മുമ്പുള്ളതാണ്. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കിടന്നിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ നമ്മുടെ രാജ്യം അതായത് പലപ്പോഴും എന്താ പറയുക ചിത്രങ്ങളടക്കം ഇറക്കിയിട്ടുണ്ട്. ഇത് റാണി ഗൈഡിൻ ലിയു 1996 ഇറക്കിയ സ്റ്റാമ്പുകളിൽ ഒന്നാണ്. ഇവരെ മരണം വരെ ജീവപര്യന്തത്തിന് അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതായത് ഏതെങ്കിലും 50 വർഷമല്ല, ഫുൾ ടൈം. അന്ന് അവരുടെ പ്രായം 16 വയസ്സായിരുന്നു. ഈ സ്ത്രീയുടെ പ്രായം 16 വയസ്സായിരുന്നു. ഈ കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ കാര്യത്തിൽ യാതൊരു ഇളവുകളും ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തില്ല. മാപ്പെഴുതി കൊടുക്കാൻ ഗൈഡൻ ലിയുവും തയ്യാറായില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിർക്കാൻ അവർ റെഡിയായിരുന്നു. എനിക്ക് സവർക്കറോട് ബഹുമാനക്കുറവൊന്നുമില്ല, ബഹുമാനമാണ്. നമുക്ക് വേണ്ടി ഒരു ദിവസം ജയിലിൽ കിടന്ന് എല്ലാവരെയും ആദരിക്കണം. അങ്ങനെ 10-13 വർഷം നമുക്ക് വേണ്ടി ജയിലിൽ കിടന്ന ഒരു വ്യക്തിയെ ആദരിക്കുക തന്നെ വേണം, സംശയമില്ല. അതിനുശേഷം രത്നഗിരിയിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ലിമിറ്റഡ് മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളായിരുന്നു, അതും ബഹുമാനിക്കണം. പക്ഷേ റൈറ്റ് വിങ്, തീവ്ര അൾട്രാ റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാലം പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമില്ല. ഈ ഗൈഡൻ ലിനുവിനെ സ്വാതന്ത്ര്യ സമര കാലത്ത് ജവഹർലാൽ നെഹ്റു ജയിൽ സന്ദർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇത്തരം വസ്തുതകളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ തീവ്ര അൾട്രാ റൈറ്റ് വിങ് പ്രൊപ്പഗാൻഡ ഉണ്ടാകുന്നത്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷമാണ് ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ജീവിത അവസാനം വരെ ഇവരെ തടവിലിടാനുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് മഹാരഥന്മാർ, ആൾക്കാർ നമുക്ക് വേണ്ടി ജയിലിൽ കിടന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും നമ്മൾ ആദരിക്കുക, അംഗീകരിക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഈ രാജ്യത്തെ അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ അടക്കം ഒരുപാട് പേർ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ അത് തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാനല്ല. ഇനി ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല, ഭഗത് സിംഗ് അടക്കമുള്ളവർ അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ളവർ അവരുടെ ജീവൻ നൽകിയാണ് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയത്. അപ്പോ മിസ്ഇൻഫർമേഷനിൽ വീഴാതിരിക്കുക, തീവ്ര വലതുപക്ഷ പ്രൊപ്പഗാൻഡകളിൽ വീഴാതിരിക്കുക, സത്യം എന്താണെന്ന് തിരിച്ചറിയുക. ഗ്രാൻഡ് മാസ്റ്റർ അടക്കമുള്ള ആൾക്കാരെ വസ്തുതാപരമായി നമ്മൾ കേൾക്കുക. ജയ് ഹിന്ദ്.